മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ മെൽബണിൽ പ്രതിഷേധം. ചൈനയിലെ നിർബന്ധിത അവയവദാനം, ഇറാനിലെ ഭരണകൂട അതിക്രമങ്ങൾ എന്നിവയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. ലോകശ്രദ്ധ ഈ വിഷയങ്ങളിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത്. ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ മെൽബൺ സ്റ്റേറ്റ് ലൈബ്രറിക്ക് മുന്നിലും ടൗൺ ഹാളിന് മുന്നിലും അരങ്ങേറുകയാണ്. ചൈനയിലെ നിർബന്ധിത അവയവദാനം നിർത്തലാക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം പ്രവർത്തകർ തെരുവിലിറങ്ങിയപ്പോൾ ഇറാനിൽ കൊല്ലപ്പെട്ട പ്രക്ഷോഭകാരികൾക്ക് നീതി തേടിയുള്ള മുദ്രാവാക്യങ്ങളും അവിടെ ഉയർന്നു. ചൈനയിലെ നിർബന്ധിത അവയവദാനത്തിനെതിരെയാണ് പ്രധാന പ്രതിഷേധങ്ങളിൽ ഒന്ന്. ജയിൽ പുള്ളികളുടെ അവയവങ്ങൾ നിർബന്ധപൂർവ്വം അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കായി ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. ഇത് മനുഷ്യാവകാശങ്ങളുടെ കടുത്ത ലംഘനമാണെന്നും അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന മെൽബണിലെ അതിപ്രധാനമായ സ്റ്റേറ്റ് ലൈബ്രറിക്കും ടൗൺ ഹാളിനും മുന്നിൽ പ്രതിഷേധത്തിന് വേദിയായത് ശ്രദ്ധേയമാണ്. ഈ വിഷയങ്ങളിലേക്ക് ആഗോള ശ്രദ്ധ ക്ഷണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്രയും തിരക്കേറിയ ഒരു കേന്ദ്രം പ്രകടനത്തിനായി തിരഞ്ഞെടുത്തത്. ഒരേ വേദിയിൽ ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തി. ഇറാനിൽ സർക്കാരിന്റെ അടിച്ചമർത്തലിൽ കൊല്ലപ്പെട്ട പ്രക്ഷോഭകാരികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പോസ്റ്ററുകളും ബാനറുകളും സ്റ്റേറ്റ് ലൈബ്രറിയുടെയും ടൗൺ ഹാളിന്റെയും പരിസരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഭരണകൂട ഭീകരതയ്ക്കെതിരെ ലോകം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നാണ് ഇവരുടെ ആഹ്വാനം. ചുരുക്കത്തിൽ ചൈനയിലെ നിർബന്ധിത അവയവദാനം, ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിങ്ങനെ രണ്ട് സുപ്രധാന ആഗോള വിഷയങ്ങൾ മെൽബണിൽ ഒരുമിച്ച് ഉയർത്തിക്കാട്ടുകയാണ്. ഈ പ്രതിഷേധങ്ങൾ ഈ വിഷയങ്ങളുടെ ഗൗരവം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ പ്രേരിപ്പിക്കാനുമുള്ള ഒരു ശ്രമമായി മാറുന്നു. മെൽബണിൽ നിന്നുള്ള ഈ പ്രതിഷേധങ്ങളുടെ അലയൊലികൾ ലോകമെമ്പാടും എത്തുമെന്നാണ് പ്രതീക്ഷ. ഓസ്ട്രേലിയയിൽ നിന്നും 24 വേണ്ടി ഷാജു ഫ്രാൻസിസിനൊപ്പം ചിന്നു ജെറാഡ്.